Hi friends, welcome to our channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് കോൾ ഷോൾഡർ സ്ലീവാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ സ്റ്റൈലിഷും വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ലീവാണ്. ഇത് നമുക്ക് കുർത്തിയിൽ യൂസ് ചെയ്യുക, ഫ്രോക്കിൽ യൂസ് ചെയ്യുക, ബ്ലൗസസിൽ യൂസ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുള്ളൂ. നിങ്ങൾ തുണിയിലാണെങ്കിൽ 4 ആക്കി മടക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടത് വെച്ചാൽ സ്ലീവ് ലെങ്ത്താണ്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 6 ഇഞ്ച് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. അപ്പോൾ ഞാൻ ആം ഹോള് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനോടുകൂടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇനി നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ബാലൻസാണ്. നമ്മളുടെ എന്താണോ പാറ്റേൺ എടുക്കുന്ന ആ പാറ്റേണിലെ ബാലൻസാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇവിടെ വരുന്നത് 2.5 ഇഞ്ചാണ്. അപ്പം ഞാനത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ജോയിൻ ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആം ഹോളിൻ്റെ ഇവിടുന്ന് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ അങ്ങോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുമ്പോൾ കർവ് ഷേപ്പിലായിരിക്കണം. അപ്പോൾ ഇതേമാതിരി ജോയിൻ ചെയ്യുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഈ കർവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു തുണിയിൽ കട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തതാണിത്. ഇനി നമുക്കിതൊന്ന് ഒരു പീസ് തുണി ഇട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുത്ത് മറിക്കാം. ഞാനിതിപ്പോൾ ഇങ്ങനെ തുണി ഇട്ടിട്ട്
മറിച്ച് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ്. ഇനി ഇത് മൂവ് ആവാതിരിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പിന്ന് കുത്തി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കർവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം. നമ്മളെല്ലാം കഴുത്തെല്ലാം മറിക്കുന്ന അതേ പാറ്റേണിലാണ് ഞാനിവിടെ മറിച്ചെടുത്തതാണ്. നമുക്ക് ഇതിനൊരു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുകളിലായിട്ട്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെങ്കിൽ നമ്മളുടെ സ്ലീവ് ജസ്റ്റ് മടക്കി തയ്ച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട്, അതായത് ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു ബോർഡർ കൊടുക്കുന്നതാണ്. ഇത് മസ്റ്റൊന്നല്ല, നമുക്ക് ജസ്റ്റ് ഒരു നമ്മൾ നോർമലി എങ്ങനെയാണോ നമ്മൾ സ്ലീവ് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി. ഞാനിത് ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇഞ്ച് വീതിയിലാണ് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ചീത്ത വശത്ത് നിന്ന് നല്ല വശത്തേക്ക് മറിച്ച് ഇതൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടോപ്പിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്കിൽ നിന്ന് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക. ഇനി നോർമലി നമ്മൾ എങ്ങനെയാണോ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഒരു രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പോർഷനിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ മറ്റുള്ള സ്ലീവുകളൊക്കെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേമാതിരി തന്നെ, പക്ഷെ നമ്മൾ നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.